അവസാനിക്കുമ്പോൾ 6 ഓവറിൽ 53 റൺസ് 2 വിക്കറ്റ് നഷ്ടത്തിൽ. റിക്വയർഡ് റൺ റേറ്റ് 10 നിൽക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ച 2 ബാറ്റർമാർ നേരത്തെ പുറത്തായി. ഒന്ന് അഭിഷേകും ഇഷാൻ കിഷനും പുറത്തായിരിക്കുന്നു. രക്ഷകനാകുമോ സഞ്ജു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. സഞ്ജുവും സൂര്യകുമാർ യാദവുമാണ് നിലവിൽ ക്രീസിൽ നിൽക്കുന്നത്. അപ്പോൾ 6 ഓവർ പൂർത്തിയാവുന്ന അവസ്ഥയിൽ 13 പന്തിൽ നിന്നും 24 റൺസായിട്ട് സഞ്ജു നിൽക്കുന്നുണ്ട്. സ്കോർ കാർഡ് ഒന്ന് വിശദമായി പരിശോധിക്കുമ്പോഴേക്കും അഭിഷേക് ശർമ്മ അക്കീൽ ഹുസൈൻ്റെ പന്തിലാണ് പുറത്താവുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് അക്കീൽ ഹുസൈൻ വേഴ്സസ് സഞ്ജു സാംസൺ മാച്ചപ്പ് ഉണ്ടാവുമോ എന്നായിരുന്നു. പക്ഷേ അക്കീൽ ഹുസൈൻ വേഴ്സസ് അഭിഷേക് ശർമ്മയാണ് മാച്ചപ്പ് ഉണ്ടായത്. അക്കീൽ സഞ്ജുവിനെതിരെ എറിഞ്ഞു, പക്ഷേ അക്കീൽ നല്ലോണം സഞ്ജുവിൻ്റെ ചൂടറിഞ്ഞു എന്ന് വേണം തന്നെ പറയാൻ. 2 4 ഒരു 6 ഒക്കെ അടിച്ചു. പക്ഷേ ലാസ്റ്റ് പന്തിലാണ് അഭിഷേക് ശർമ്മ അനാവശ്യമായ ഷോട്ട് 17 റൺ അടിച്ച ഓവറിൽ വെറുതെ അനാവശ്യമായ ഷോട്ട് അടിച്ചിട്ട് പുറത്താവുമായിരുന്നു. സഞ്ജു സാംസൺ സ്റ്റിൽ നോട്ട് ഔട്ടാണ്. പ്രതീക്ഷിക്കുന്നു കുറച്ച് നേരം കൂടെ ഇവിടെ ഉണ്ടാകും, വിജയശില്പി ആകുമെന്നുള്ളത്. കാരണം 195 റൺസ് വലിയൊരു ടോട്ടലാണ്. അങ്ങനെ ടോട്ടൽ ചേസ് ഡൗൺ ചെയ്യാൻ T20 ലോകകപ്പിൽ ഇന്ത്യക്ക് നിലവിൽ വിരാട് കോഹ്ലി ഒന്നും ഇല്ലാതെ സാധിക്കുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഇഷാൻ കിഷനും പുറത്താവുന്നു. ആ പ്രഷർ ഹോൾഡ് ചെയ്യാൻ അല്ലെങ്കിൽ ക്രീസിൽ നിൽക്കാൻ കഴിയാതെ ഇഷാൻ പുറത്താവുന്നു. 6 പന്തിൽ നിന്നും 10 റൺസ് 2 4 മാത്രമാണ് ഉള്ളത്. സൂര്യകുമാർ യാദവ് ആഫ്റ്റർ 6 ഓവേഴ്സ് 6 പന്തിൽ നിന്ന് 3 റൺസുമായിട്ട് വളരെ സ്റ്റേബിളായിട്ട് നിൽക്കുകയാണ്. സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനാവശ്യമായ ഷോട്ടൊന്നും ഈ ആദ്യത്തെ 6 പന്തിലും സൂര്യ കളിച്ചിട്ടില്ല. എന്നാൽ സഞ്ജു അങ്ങനെയല്ല. സഞ്ജു അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് പോകുന്നത്. 6 ഓവർ പൂർത്തിയാകുമ്പോഴുള്ള സ്ട്രൈക്ക് റേറ്റ് 184 എത്തി നിൽക്കുകയാണ്. അപ്പോൾ അതാണ് സാഹചര്യം. നമ്മളൊന്ന് വെസ്റ്റ് ഇൻഡീസ് ബൗളിംഗ് കൂടി ഒന്ന് പരിശോധിച്ചാൽ അക്കീൽ ഹുസൈനെ വെച്ച് തന്നെയാണ് അവർ ഓപ്പൺ ചെയ്തത്. സ്വാഭാവികമായിട്ട് അക്കീൽ കളിച്ച എല്ലാ കളിയിലും അങ്ങനെയാണ്. പക്ഷേ അക്കീൽ ഇത്തവണ 2 ഓവറിൽ നിന്നും 22 റൺസ് വഴങ്ങി 1 വിക്കറ്റ് എടുത്തു. അത് അഭിഷേക് ശർമ്മയുടെ വിക്കറ്റാണ്. മാത്യു ഫോർഡെ 3 ഓവറിൽ നിന്നും 22 റൺസ് എക്കോണമിക്കലാണ്. ജേസൺ ഹോൾഡറാണ് പിന്നെ 1 ഓവറിൽ നിന്നും 6 റൺസും എടുത്തിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുള്ളൂ. പക്ഷേ ഈ ബാറ്റിംഗ് ലൈനപ്പിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് അഭിഷേക് ശർമ്മ തിളങ്ങും അല്ലെങ്കിൽ ഇഷാൻ തിളങ്ങുമെന്നാണ്. പക്ഷേ നേരെ മറിച്ച് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സഞ്ജു മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 6 ഓവറിൽ നിന്ന് നിലവിൽ സ്കോർ കാർഡ് 6 ഓവർ പൂർത്തിയാകുമ്പോൾ 53 റിക്വയർഡ് റൺ റേറ്റ് 10. ആരായിരിക്കും ഇന്ത്യ ജയിക്കുകയാണെങ്കിൽ തന്നെ ഒരു വിജയശില്പിയായി മാറുന്നത്? ഒന്നുകിൽ ഇന്ത്യ സെമിയിലേക്ക് അല്ലെങ്കിൽ പുറത്തേക്ക്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.